ഒരു മിനിറ്റ്. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലം ചെയ്തു പോയി. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് ശേഷം ഒരുപാട് കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് ആൾക്ക് ഭയങ്കര നിലപാടുണ്ടായിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് LGBTQ അതിനെതിരെ ശക്തമായിട്ട് പ്രതികരിച്ച ഈവൻ ട്രംപിനെയും പുട്ടിനെയും കിം ജോങ് യുങ്ങിനെ വരെ ലോക രാഷ്ട്ര നേതാക്കളായിട്ടുള്ള ഇവരെ വരെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിനെ വരെ അത് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹമാണ് ഇന്നലെ കാലഹരണപ്പെട്ടു പോയത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇഷ്ടംപോലെ ആൾക്കാർ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നുണ്ട്, പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയാൻ വന്ന കാര്യം അതൊന്നുമല്ല. ഈ കാത്തലിക് സമൂഹത്തിൽ എങ്ങനെയാണ് ഒരു പോപ്പ് ക്രിയേറ്റ് ആവുന്നത്? എന്തിനാണ് ഒരു പോപ്പ്? അതിൻ്റെ കാര്യം എന്തായിരുന്നു? അങ്ങനെ ഒരു 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 ലോക നേതാവ് ഉണ്ടെങ്കിൽ മാത്രമാണോ ഈ കാത്തലിക് സമൂഹം നിലനിൽക്കുക? അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയുണ്ടോ? അല്ല, എനിക്കങ്ങനെ തോന്നണില്ല. കാരണം ഹിന്ദു മതത്തിനോ മുസ്ലിം മതത്തിനോ അങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല. കാരണം അവരവരുടെ രാജ്യത്തിലെ ആൾക്കാരെ മാത്രമാണ് ഈ പരിപാടികൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രമാണ് ഈ ഒരു പരിപാടി ഉള്ളത്, അത് പ്രത്യേകിച്ച് കാത്തലിക് സമൂഹത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യകത ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഫ്രാൻസിസ് മാർപ്പാപ്പ ചെയ്ത കാര്യത്തിനെക്കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. അദ്ദേഹം ചെയ്തതെല്ലാം വളരെ നല്ല കാര്യങ്ങളാണ്, നല്ല നിലപാടുകളുള്ള ഒരു വ്യക്തിയായിരുന്നു. മീഡിയാസ് എല്ലാം പുകഴ്ത്തി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിച്ചത്, ഒരു പോപ്പിൻ്റെ ആവശ്യമുണ്ടോ കത്തോലിക്കക്കാർക്ക് നന്നാവാനായിട്ട്?